ഹായ് ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ ടിൻസി. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അടിപൊളിയായിരുന്നേ. ഏകദേശം നമ്മുടെ ചിക്കൻ ചുക്കയുടെയൊക്കെ ഒരു ഇത് വരും കേട്ടോ. ഏകദേശം ഓൾമോസ്റ്റ് തന്നെ പറയാം, ചിക്കൻ ചുക്കയുടെ ഒരു ഇതാണ്. അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത്, നമുക്ക് ആദ്യം കുറച്ച് സവോള വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, തൈരൊക്കെ ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഈ സവോള ഉണ്ടെന്ന സവോള നന്നായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കതൊന്ന് വറുത്തെടുക്കണം. ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുക്കാൻ ഇട്ട് കൊടുക്കാം. എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എല്ലാവരും എണ്ണയ്ക്കകത്ത് വാരിക്കോരി വറുക്കണേ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോരം എണ്ണയാണ് ഉപയോഗിച്ചതെന്ന്. ഈ എണ്ണയും കൊണ്ടാണ് ഞാൻ 4 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. 4 സവോളയും ഞാൻ ആ എണ്ണയ്ക്കകത്താണ് വറുത്തെടുത്തത്. നിങ്ങൾക്ക് വിശ്വസിക്കുകയോ ഇല്ലയോ എന്നറിയത്തില്ല. അതുകൊണ്ട് എണ്ണയൊക്കെ മാക്സിമം കുറച്ച് ഉപയോഗിക്കുക. ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. കാരണം ഈ ചിക്കനകത്തൊക്കെ ഓൾറെഡി ഫാറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എണ്ണയൊന്നും അധികം ഉപയോഗിക്കേണ്ട കാര്യം. നോക്കി എൻ്റെ നന്നായിട്ട് ഞാൻ ആ 4 സവോള ഈ എണ്ണയിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ശേഷം നമുക്ക് ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക്, കറിവേപ്പില, തൈര്, ഒരു 3 സ്പൂണ് തൈര് കേട്ടോ. എൻ്റെ 1 കിലോ ചിക്കനുള്ളൂ. അപ്പോൾ 3 സ്പൂണ് തൈര്, ജിഞ്ചർ ഗാർലിക്, കറിവേപ്പില, നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഒണിയൻ. ഈ ഒണിയൻ വറക്കുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പിട്ട് വറക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഉപ്പിടാണ്ട് ഞാൻ ഈ ഒണിയൻ വറുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് വറുത്തു. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഉപ്പ് എപ്പോഴും നമുക്ക് ടേസ്റ്റ് തരുന്നില്ല. അപ്പോൾ വറക്കുമ്പോൾ ഉപ്പിട്ട് വറുത്തുള്ളൂ. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കണം. ചിക്കന് ചേർക്കുന്ന അതേ പൊടികളായിട്ട് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചുള്ളൂ. ഞാൻ ചിക്കൻ മസാല മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഉണ്ടാക്കണതിന് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. 1 മണിക്കൂർ അതിൽ കൂടുതൽ വെക്കുക. എപ്പോഴും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് സമയം കൂടുന്തോറും രുചി കൂടുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്ര 1 മണിക്കൂർ വെക്കാനുള്ള സമയമുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ ഇളക്കാനൊന്നുമില്ല. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. കാരണം എല്ലാം നമ്മൾ നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണേ. അതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടപ്പ് വെച്ച് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചാൽ ഇപ്പം സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലല്ല, നല്ല രുചിയുണ്ട്. പിന്നെ കുറച്ചധികം പേർക്ക് ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. എന്നാലും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കാണ്ട് ഉണ്ടാക്കി അതൊരു പ്രത്യേക രുചിയാട്ടോ. ഇത് കണ്ടോ, ഇത് ഇത്രയും വെള്ളം ഇറങ്ങും ചിക്കനിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്തായാലും ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി ആവും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി കളറാട്ടോ. ഈ യെല്ലോ ഒരു കളറ് വരുന്നുണ്ട്, അത് ആ തൈര് ഒഴിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ചിക്കൻ ചുക്കയ്ക്ക് നമ്മൾ തൈര് ഒഴിക്കുന്നില്ല എന്നുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ്. ചിക്കൻ ചുക്കയ്ക്ക് ഈ തൈരിൻ്റെ സ്ഥാനത്ത് നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് വേറെ ടേസ്റ്റ്. ഇതും നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാൻ വലിയ നെയ്ച്ചോർ ഫാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ചോറ് എടുക്കുന്നത് കേട്ടോ. എനിക്കെല്ലാം സാധാ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം. ഇപ്പം ഞാൻ കഴിക്കുകയാണ്. അടിപൊളിയാട്ടോ, ഒന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതുതായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ഒരു റെസിപ്പിയാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ ഞാൻ ട്രൈ ചെയ്തതാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.